ഫെബ്രുവരി 14 ക്ഷാര ബുധനാഴ്ച. മത്തായി 6:1-6 വരെയും 16-18 വരെയും വാക്യങ്ങൾ. ഇന്ന് നാം നോമ്പുകാലം ആരംഭിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതത്തെ പരിശോധിക്കാനുള്ള സമയമാണിത്. ഇന്ന് നമ്മുടെ നെറ്റിയിൽ ചാരം പൂശുന്ന ദിവസമാണ്. നാം ഭൂമിയിൽ നിന്ന് വന്നുവെന്നും മരിക്കുമ്പോൾ നാം ഭൂമിയിലേക്ക് മടങ്ങുമെന്നും ഉള്ള യാഥാർത്ഥ്യത്തിൻ്റെ പ്രതീകമാണ് ചാരം. ഇത് അർപ്പിക്കുന്നത് നമ്മൾ പൊടി ആണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കൊരു അവസാനമുണ്ടാകും, ഒരു ദിവസം നാം മരിക്കും. എന്നിരുന്നാലും മരണം നമ്മുടെ അവസാനമായിരിക്കില്ല. നാം ദൈവത്തോടൊപ്പം നിത്യമായി ജീവിക്കുമെന്ന പ്രത്യാശയുണ്ട്. ഇന്നത്തെ സുവിശേഷ വായനയിൽ യേശുവിൻ്റെ വാക്കുകൾ നോമ്പുകാലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ചില ആശയങ്ങൾ നൽകുന്നുണ്ട്. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി നല്ല പ്രവൃത്തികൾ ചെയ്യരുതെന്ന് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല, തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനും അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും ആയിരിക്കണം. നല്ലത് ചെയ്യാൻ നമുക്ക് പ്രചോദനമുണ്ടാകണം. സഭ വളരെ കാലമായിട്ട് ചാരം ദുഃഖത്തിൻ്റെ ബാഹ്യ അടയാളമായും വിനയത്തിൻ്റെയും വിലാപത്തിൻ്റെയും തപസ്സിൻ്റെയും മരണത്തിൻ്റെയും അടയാളമായി ഉപയോഗിച്ചു വരുന്നു. അത്തരത്തിൽ ചാരത്തിൻ്റെ ഉപയോഗത്തെ വിവരിക്കുന്ന പല കഥകളും ബൈബിളിലുണ്ട്. ആദിമസഭയിൽ ജ്ഞാനസ്നാനത്തിനുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുമ്പോൾ കാറ്റക്യൂമൻസിൻ്റെ മേൽ ചാരം പൂശുമായിരുന്നു. പുരുഷന്മാരുടെ തലയിൽ ചാരം തളിക്കുകയും സ്ത്രീകളുടെ നെറ്റിയിൽ കുരിശുരൂപത്തിൽ ചാരം കൊണ്ട് വരയ്ക്കുകയും ചെയ്തു. ക്ഷാര ബുധനാഴ്ച ഏറ്റവും വ്യക്തമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചിത്രങ്ങളിലൊന്ന് ഈ ചാരം കൊണ്ടുള്ള കുരിശാണ്. നിങ്ങൾ പൊടിയാണ്, പൊടിയിലേക്ക് മടങ്ങും, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ചാരം പൂശുക. നമ്മുടെ ജീവിതം പരിമിതമാണെന്നും അധികം താമസിയാതെ നമ്മുടെ ശരീരം പൊടിയായി മാറുമെന്നും ഉള്ള ഓർമ്മിപ്പിക്കൽ ഇവിടെയുണ്ട്. അത് നമ്മെ വിനയാന്വിതരാക്കുകയും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഒരു വീക്ഷണം നമുക്ക് നൽകുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പാപിയായ ഒരാൾക്ക് വിശുദ്ധനാകാനുള്ള സമയമാണ് നോമ്പുകാലം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശിക്ഷകൾ ക്രൂരവും അസാധാരണവുമായിരുന്നപ്പോൾ ഒരിക്കൽ ആടുകളെ മോഷ്ടിക്കുന്ന ഒരാൾ പിടിക്കപ്പെട്ടു. അധികാരികൾ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ST അല്ലെങ്കിൽ ഷീപ്പ് തീഫ് എന്നർത്ഥം വരുന്ന, അല്ലെങ്കിൽ ആടുകള്ളൻ എന്നർത്ഥം വരുന്ന ആ മുദ്ര പതിപ്പിച്ചു. വർഷങ്ങൾ കടന്നു പോകവേ ആ മനുഷ്യൻ തൻ്റെ ഭൂതകാലത്തെ മാറ്റിമറിച്ച് ഒരു പുതിയ ജീവിതം നയിച്ചു. അദ്ദേഹം അതിൽ വല്ലവണ്ണം വിജയിക്കുകയും ചെയ്തു. പ്രായമായി കഴിഞ്ഞപ്പോൾ ST എന്ന അക്ഷരം അവൻ്റെ ചുളിഞ്ഞ നെറ്റിയിൽ അപ്പോഴും കാണാമായിരുന്നു. കുട്ടികൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മുതിർന്നവർ പറഞ്ഞത് ST എന്ന് വെച്ചാൽ സെയിൻറ്റ് അല്ലെങ്കിൽ വിശുദ്ധൻ എന്നാണ് അർത്ഥം. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ പാപകരമായ ജീവിതത്തെ പൂർണ്ണമായും മാറ്റി യേശുവിൻ്റെ വിശുദ്ധന്മാരായി ജീവിക്കാൻ സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഇത് മാത്രം:
ദൈവത്തിൻ്റെ സഹായം തേടുക. അവിടുത്തെ കരുണ ചോദിക്കാൻ ഇന്നത്തെ ദിവസം എത്ര മനോഹരമാണ്. എല്ലാവർക്കും ഈ നോമ്പുകാലത്തിൻ്റെ വിശുദ്ധി ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.